എന്നെ വിമർശിക്കുന്നവർ എൻ്റെ ശത്രുക്കളാണോ? എനിക്ക് നേരെ ഉയരുന്ന വിമർശനങ്ങൾ യഥാർത്ഥത്തിൽ എനിക്ക് ദോഷം ചെയ്യുന്നവയാണോ? വിമർശനങ്ങൾ അവസാനിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാം തികഞ്ഞവനാകുമെന്നും എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നും കരുതാൻ കഴിയുമോ? വിമർശനങ്ങൾ അഥവാ ക്രിറ്റിസിസത്തെ കൈകാര്യം ചെയ്യുക എന്നത് വലിയൊരു കലയാണ്. ആ കല പഠിച്ചെടുക്കണമെങ്കിൽ ആന്തരിക ജ്ഞാനത്തിൻ്റെ അറിവ് നേടണം. ആ അറിവ് പുറത്തല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. എൻ്റെ കുറ്റവും കുറവും ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ എനിക്ക് മുറിവേൽക്കുന്നു. അത് സ്വാഭാവികം മാത്രം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എനിക്കെതിരെ തിരിയുന്നവരെ വകവരുത്തുകയാണോ വേണ്ടത്? അവർക്കൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കുകയാണോ വേണ്ടത്? അതുമല്ലെങ്കിൽ അവർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുകയാണോ വേണ്ടത്? അത് വലിയ കാര്യമാക്കേണ്ട. വിമർശിക്കുന്ന ആളെ അവഗണിച്ചാൽ മതി. ആത്മവിശ്വാസം കൈവരിച്ച് മുന്നേറണം എന്നൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രായോഗിക നടപടികൾ സ്വീകരിക്കുന്നതിൽ തെറ്റുണ്ട് എന്നും പറയുന്നില്ല. എന്നാൽ ഇതുകൊണ്ടൊന്നും ശാശ്വതമായ പരിഹാരമുണ്ടാകുന്നില്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മുടെ ഉള്ളിൽ മാറ്റം വരുന്നില്ല, അത് തന്നെ. എന്നാലും പറയുന്നവരുടെ വായ മൂടിക്കെട്ടുന്നത് ഒരു നല്ല കാര്യമല്ലേ? തൽക്കാലത്തേക്ക് സ്വസ്ഥത ലഭിക്കാൻ പറ്റിയ മാർഗമല്ലേ? അവരെ വെറുതെ വിടുന്നത് ശരിയല്ലല്ലോ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സാധാരണക്കാരുടെ മനസ്സിൽ ഉദിക്കുന്നവയാണ്. ഉയർന്ന തലത്തിൽ ചിന്തിക്കുമ്പോൾ ഇതിലൊന്നും ഒരു അർത്ഥവുമില്ല. ചുരുക്കം പറഞ്ഞാൽ, എൻ്റെ ഉള്ളിൽ മാറ്റം വരുത്താതെ മറ്റുള്ളവരിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നത് ശാശ്വതമായ ഒരു പരിഹാരമല്ല. പഴയ കാലത്തൊക്കെ വിമർശനങ്ങൾ കേൾക്കേണ്ട സാഹചര്യങ്ങൾ താരതമ്യേന കുറവായിരുന്നു. ആളുകളുടെ വിമർശനങ്ങൾ കേൾക്കുന്നത് ജോലി സ്ഥലത്തു നിന്നും, അങ്ങാടിയിൽ നിന്നും, വിവാഹ സൽക്കാരങ്ങളിൽ നിന്നും ഒക്കെയായിരുന്നു. പിന്നീട് ടെലിഫോൺ വന്ന സമയത്ത് അവ കൂടുതൽ കേൾക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് സോഷ്യൽ മീഡിയയുടെ ബലത്തിൽ സഞ്ചരിക്കുന്ന ലോകത്താണല്ലോ നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ നമ്മളെ വിമർശിക്കുന്നവരെ വകവരുത്താനായി ഇറങ്ങിത്തിരിച്ചാൽ നമ്മൾ തോറ്റുപോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരുത്തനെ ദുർബലപ്പെടുത്തിയാൽ മറ്റൊരുവൻ തലപൊക്കുമല്ലോ. ഏത് സമയവും ഡിഫെൻസീവ് ഗെയിം കളിച്ചാൽ, അതായത് പ്രതിരോധിച്ചു കൊണ്ടിരുന്നാൽ എങ്ങനെയാണ് നമ്മൾ ജീവിതത്തിൽ മുന്നേറുക? ശരി, അപ്പോൾ എന്തു വേണം? വിമർശനത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ആദ്യം വേണ്ടത് എൻ്റെ ചുറ്റുമുള്ള ആളുകൾ എന്നെ വിമർശിക്കുമ്പോൾ ആർക്കാണ് വിഷമം ഉണ്ടാകുന്നത് എന്ന് അന്വേഷിക്കലാണ്. അതെനിക്കാണ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് തള്ളിക്കളയരുത്. ഇതൊരു വലിയ കലയാണ് എന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. അപ്പോൾ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് അന്വേഷിച്ചാൽ മാത്രമേ ഉത്തരം ലഭിക്കുകയുള്ളൂ. വെറുതെ ഒരു ചോദ്യം മനസ്സിൽ ചോദിക്കുകയല്ല വേണ്ടത്. ഉത്തരം മനസ്സിൽ പറയേണ്ട കാര്യവും ഇല്ല. ഇങ്ങനെ അന്വേഷണം കൊണ്ടുപോയാൽ ഒരു കാര്യം വ്യക്തമാകും. വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുമ്പോൾ വിഷമം ഉണ്ടാകുന്നത് എനിക്കാണ് എന്നത് സത്യമാണെങ്കിലും ആ വിഷമം അനുഭവിക്കുന്ന ഞാൻ ആരാണ്? ഈ ശരീരമാണോ? ശരീരം ഒന്നും അറിയുന്നത് പോലുമില്ല, ശരിയല്ലേ? പിന്നെ ആരാണ്? മനസ്സാണോ? ഇനി മനസ്സാണെങ്കിൽ തന്നെ ഞാൻ വിഷമിക്കേണ്ടതുണ്ടോ? ഇത്തരത്തിൽ ബോധത്തെ തൻ്റെ ഉള്ളിലേക്ക് തിരിച്ചു വെച്ച് സത്യം അറിയാനുള്ള ജിജ്ഞാസയുടെ അന്വേഷണം ആരംഭിക്കുകയാണ് വേണ്ടത്. എൻ്റെ ഉള്ളിൽ വീർപ്പുമുട്ടുന്ന മറ്റൊരു ഞാനുണ്ടെങ്കിൽ അതാരാണ് എന്ന് കണ്ടെത്താനുള്ള വഴി ആരായുകയാണ് വേണ്ടത്. സൂക്ഷ്മമായി പരിശോധിച്ചാൽ വിഷമം അനുഭവിക്കുന്നത് ഞാൻ അല്ല, എൻ്റെ ഈഗോ ആണ് എന്നറിയാൻ കഴിയും. ആളുകൾ ചിലതെല്ലാം പറയുമ്പോൾ എൻ്റെ ദുർബലമായ ഈഗോവിനാണ് മുറിവേൽക്കുന്നത്, എനിക്കല്ല. ഈഗോ അത്രയ്ക്ക് വൾണറബിളാണ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയെങ്കിൽ എന്താണ് ഈ ഈഗോ? നാം ആരാണ് എന്നതിനെക്കുറിച്ച് ഒരു സാങ്കല്പിക കഥ സൃഷ്ടിക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ ഭാഗമാണ് ഈഗോ. ഒരു വ്യക്തി അവരുടെ അനുഭവങ്ങളും വിശ്വാസങ്ങളും ധാരണകളും എല്ലാം അടിസ്ഥാനമാക്കി സ്വയം നിർമ്മിക്കുന്ന തെറ്റായ ബോധമാണ് ഈഗോ. ആത്മീയവും ദാർശനികവുമായ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ അഹം എന്ന ഈഗോ ഒരു ഫോൾസ് ഐഡൻറ്റിറ്റിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ മറ്റുള്ളവരിൽ നിന്നും ലോകത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന മിഥ്യാബോധത്തിൽ കുടികൊള്ളുന്ന അവസ്ഥയ്ക്കാണ് ഈഗോ എന്ന് പറയുന്നത്. വിമർശനങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ യഥാർത്ഥത്തിൽ കോട്ടം സംഭവിക്കുന്നത് എനിക്കല്ല, എൻ്റെ ഈഗോയ്ക്കാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അന്വേഷണത്തിന് ഊർജം കൂടും. അപ്പോൾ എൻ്റെ ഈഗോ എന്ന് പറയുന്നത് സത്യത്തിൽ ഞാനല്ല എന്ന് മനസ്സിലാവുകയും യഥാർത്ഥ ഞാൻ മറ്റെന്തോ ആണ് എന്ന് തെളിയുകയും ചെയ്യും. ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ ആദ്യം വകവരുത്തേണ്ടത് മറ്റാരെയുമല്ല, സ്വന്തം ഈഗോവിനെയാണ്. ആ ഈഗോ എത്രത്തോളം പ്രബലമാണ് എന്ന് അറിയണമെങ്കിൽ എനിക്ക് ചുറ്റും നല്ല വാക്കുകൾ പറയുന്നവർ മാത്രം പോരാ, എന്നെ വിമർശിക്കുന്നവരും വേണം. നല്ല വാക്കുകൾ പറയുന്ന ആളുകളുണ്ടല്ലോ, അവർ പറയുന്നത് മാത്രം ശ്രവിച്ചുകൊണ്ട് ഞാൻ മുന്നേറാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ തെറ്റായ മാർഗത്തിലൂടെ ഞാൻ പോയെന്നിരിക്കും. ഉള്ളിലേക്ക് നോക്കാനുള്ള അവസരം നഷ്ടമായെന്നിരിക്കും. അതുകൊണ്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നവരെ മാറ്റി നിർത്തണമെന്നോ വിമർശിക്കുന്നവരെ വെറുക്കാതിരിക്കണം എന്നൊന്നും പറയുന്നില്ല. ശാശ്വത പരിഹാരവും
അതേ സമയത്ത് തന്നെ ആത്മീയ വളർച്ചയും ഉണ്ടാകണമെങ്കിൽ ശ്രദ്ധ പുറമേയുള്ള ആളുകളിലേക്ക് വിടുന്നതിന് പകരം അകത്തോട്ട് തിരിച്ചുവിടണം എന്ന് മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു മനസ്സമാധാനത്തിന് വേണ്ടി എന്തിനാണ് ആ വ്യക്തി എന്നോടിത് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം തേടുന്നുവെങ്കിൽ അറിയുക, ആ വ്യക്തിയല്ല നിങ്ങളോടിത് ചെയ്യുന്നത്, ആ വ്യക്തിയുടെ ഈഗോ ആണ്. നിങ്ങളെപ്പോലെ തന്നെ മിഥ്യാബോധത്തിൽ കഴിയുന്ന ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ഈഗോ വർക്കൗട്ട് ചെയ്യുന്ന രീതിയാണിത്. അതിന് നിങ്ങൾക്ക് സഹതപിക്കാൻ മാത്രമേ കഴിയൂ. അപ്പോൾ ഇവിടെ സത്യം എന്താണ്? രണ്ടുപേരുടെയും ഉള്ളിൽ അവർ അല്ലാത്ത എന്തോ ദുർബലത തമ്മിൽ പൊരുതുന്നു. ഇതാണ് മായ എന്ന് വിളിക്കുന്നത്. ആ മായയിൽ പെട്ടുകൂടാ, വലിയ ദോഷം ചെയ്യും. വിമർശനങ്ങൾ നേരിടുമ്പോൾ ഉണ്ടാകുന്ന വിഷമത്തേക്കാൾ വലിയ ദുഃഖം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതിൽപ്പെടാതെ പോകുന്നതല്ലേ ബുദ്ധി? അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എൻ്റെ ഉള്ളിൽ വിഷമം അനുഭവിക്കുന്ന ഞാൻ അല്ലാത്ത മറ്റൊരു ഞാനുണ്ട് എന്നും അതിലേക്ക് ശ്രദ്ധ തിരിക്കണം എന്നുമാണ്. പ്രശ്നം അവിടെയാണല്ലോ. അപ്പോൾ അവിടെയല്ലേ പരിഹാരം കാണേണ്ടത്? മുറിവ് അകത്താണല്ലോ, ആ മുറിവിലല്ലേ മരുന്ന് പുരട്ടേണ്ടത്? വിഷമങ്ങളുടെ വേര് അവിടെയാണല്ലോ, ആ വേരിലല്ലേ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്, വളം ചെയ്യേണ്ടത്? ഇതാണ് ജ്ഞാനമാർഗത്തിലൂടെയുള്ള യാത്ര. വിമർശനങ്ങൾക്ക് മാത്രമല്ല, മറ്റു പല വിഷമങ്ങൾക്കും ഉള്ള പ്രതിവിധി കൂടിയാണിത്. ഇനി എനിക്കറിയേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ എന്നാണ്. സംശയങ്ങൾ വല്ലതും ബാക്കി നിൽക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആർക്കാണ് സംശയം ഉള്ളത് എന്നുകൂടി അന്വേഷിക്കണേ. താങ്കളുടെ വിലയേറിയ പ്രതികരണം എഴുതി അറിയിക്കുക. നിങ്ങളുടെ എല്ലാം താല്പര്യങ്ങളനുസരിച്ച് വരാൻ പോകുന്ന വീഡിയോകളിൽ നമുക്ക് മുമ്പോട്ടുള്ള വഴി തേടാൻ ശ്രമിക്കാം. ഇത്രയും സമയം ഈ വീഡിയോയ്ക്ക് മുന്നിൽ ചെലവഴിച്ചതിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. വീണ്ടും കാണാം മറ്റൊരു എപ്പിസോഡിൽ. നന്ദി, നമസ്കാരം.